Welcome back once again to a discussion on Block 1 of the course Introduction to Literature offered in the first semester of BA English Language and Literature program. I'm Dr. Anfalyam, Assistant Professor of English, Sri Narayana Guru Open University. As we have discussed in the earlier unit, we had an overview of the literature, its definition, its classifications, and its diverse themes and other relevant discussions. In this unit, which is Unit 2, Literature and Society, we are going to deal with the aspects, the various elements that how literature influences society, and again how society is being influenced by literature. നമുക്കറിയാം സാഹിത്യം എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് എന്ന ബ്രോഡർ ഒരു ഏരിയയിൽ, ഹ്യൂമാനിറ്റീസ് എന്നൊരു ഡിസിപ്ലിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. സാഹിത്യത്തിൽ നമ്മൾ മാനവികമായി എന്താണ് പഠിക്കുന്നത്? ഹ്യൂമാനിറ്റീസ് എന്ന ഒരു വലിയൊരു ഫീൽഡിൽ സാഹിത്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ള ഒരു ചർച്ചയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. അതിലുപരിയായി വാട്ട് ഈസ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി, നമുക്കിടയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കൾച്ചർ, ലൈഫ്, എത്തിക്സ്, ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് വേരിയസ് ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇതെല്ലാം സാഹിത്യത്തിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചെറിയ ചിന്തയാണ് നമ്മൾ ഈ യൂണിറ്റിൽ വിഭാവനം ചെയ്യാൻ പോകുന്നത്. So first of all, let me tell you what is literature. As we have discussed in the earlier chapter, what is literature? I am extending the point into some social aspects that literature reflects the social nuances. സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് സാഹിത്യം എന്നുള്ളത്. That is, literature functions as a mirror of society. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താണ് സാഹിത്യത്തിൽ വായിക്കുന്നത്? As we discussed in the earlier units, we are reading others' life. We are reading the people's culture, their civilized life, their walks of life, and their psychological upheavals. മറ്റുള്ള ജനതയുടെ, മറ്റുള്ള ഒരു സംസ്കാരത്തിൻ്റെ അറിവുകൾ നമുക്ക് സാഹിത്യം പകർന്നു തരുന്നു എന്നുള്ളതാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാഹിത്യത്തിലെ ഏറ്റവും വലിയ പോയിൻ്റായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന വിഖ്യാതമായ നോവൽ എഴുതിയ അരുന്ധതി റോയ് ഐമനം എന്ന കൊച്ചു ഗ്രാമത്തെ, കോട്ടയം ജില്ലയിലെ ഐമനം എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ അവിടെയുള്ള ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ, ജനങ്ങളുടെ സംസ്കാരത്തെ, അവരുടെ ജീവിത രീതിയെ, അവരുടെ ചിന്താധാരകളെ, അവരുടെ സോഷ്യൽ, എക്കണോമിക്, കസ്റ്റംസ്, കൾച്ചറൽ എന്നിങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള എലമെൻസിനെ ഒരു പുസ്തകത്തിനുള്ളിൽ കൊണ്ടുവരുമ്പോൾ we are consciously or unconsciously being haunted or being influenced by the elements that the society in that small village named as Aimanam reveals or tells us. അതുകൊണ്ട് തന്നെ സമൂഹം സാഹിത്യത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നതുപോലെ തന്നെ സമൂഹത്തിന് സാഹിത്യം കൊണ്ട് എന്ത് സ്വാധീനമാണ് ഉള്ളത് എന്നുള്ള ഒരു ചെറിയ ചിന്തയും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമാണ് ഈ യൂണിറ്റിൻ്റെ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ,
ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് എലിസബത്തൻ ഏജ് അഥവാ 15-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ എഴുത്തുകൾ, അവർ ആധാരമാക്കിയ കഥകൾ, അവർ എഴുതി തീർത്ത ഒരുപാട് ഡ്രാമകളും പോയംസുമല്ല. എലിസബത്തൻ ഏജ് എന്നുള്ള വിഖ്യാതമായിട്ടുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു കാലഘട്ടം ക്വീൻ എലിസബത്ത് തൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ തൻ്റെ ആളുകൾക്കിടയിൽ നടത്തിയ ഒരു തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള സ്വാധീനം എത്രത്തോളമായിരുന്നു എന്നുള്ള ഒരു വലിയ സത്യം 15-ാം നൂറ്റാണ്ടിൽ പബ്ലിഷായിട്ടുള്ള എലിസബത്തൻ ലിറ്ററേച്ചർ നമുക്ക് പ്രധാനമായും പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ എക്കണോമിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് 15-ാം നൂറ്റാണ്ടിലെ ഒരുപാട് എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ അപ്പർ ക്ലാസ് ജനതയുടെ വൈറ്റ് മെയിൽ ഡൊമിനേറ്റഡ് അരിസ്ട്രോക്രാറ്റിക് യൂറോപ്യൻ സംസ്കാരം 15-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വലിയ ചിത്രം, ഒരു പിക്ചർ ആ കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. വില്യം ഷേക്സ്പിയർ എന്ന ദ ബാർഡ് ഓഫ് അവൻ എന്നുള്ള സ്ഥാനപ്പേര് നമ്മൾ നൽകിയിട്ടുള്ള വില്യം ഷേക്സ്പിയർ 15-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ എലിസബത്തൻ ഏജിൻ്റെ 15-ാം നൂറ്റാണ്ടിലെയും 16-ാം നൂറ്റാണ്ടിലെയും സാഹിത്യത്തിൻ്റെ, ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ മേലാധിപത്യം അദ്ദേഹം നേടിയെടുത്തത് ഇങ്ങനെയുള്ള എലിസബത്തൻ സൊസൈറ്റിയുടെ വളരെ യുണീക്കായിട്ടുള്ള, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, എന്നാൽ വളരെ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഒരുപാട് നാടകങ്ങൾ രചിച്ച ഷേക്സ്പിയർ ആ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ച ഒരു സൊസൈറ്റി, അവയെല്ലാം പ്രസൻറ്റ് ചെയ്ത ഒരു സമൂഹം, ഒരു ഓഡിയൻസ് എന്നുള്ളത് ഇംഗ്ലണ്ടിലെ അന്നത്തെ കാലത്തെ അപ്പർ ക്ലാസ് സൊസൈറ്റി ആയിരുന്നു. അപ്പം അവർക്ക് മുന്നിൽ ഷേക്സ്പിയർ ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, തൻ്റെ നാടകത്തിൽ എന്തെല്ലാം കോമ്പണൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്, അവരെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആ ഒരു ഓഡിയൻസിനെ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഷേക്സ്പിയർ തൻ്റെ നാടകത്തിൻ്റെ അവതരണത്തിലും അതിൻ്റെ രചനയിലും അതിൻ്റെ സ്ട്രക്ചറിലുമെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് വിഖ്യാതമായിട്ടുള്ള ഒരുപാട് മികച്ച നോവലുകൾ ഷേക്സ്പിയർ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കാലഘട്ടത്തിലെ അരിസ്ട്രോക്രാറ്റ് വിഭാഗത്തിൻ്റെ ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ രചനകളായിരുന്നു, അവരെക്കുറിച്ചുള്ള കഥകളായിരുന്നു, അവരെക്കുറിച്ചുള്ള അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങളായിരുന്നു, വാല്യൂസ് ആയിരുന്നു, ബിലീഫ്സുകളായിരുന്നു ഷേക്സ്പിയർ തൻ്റെ കഥയിൽ മിക്ക കഥകളിലും എഴുതിയത് എന്നുള്ളത് തന്നെയാണ് ഷേക്സ്പിയറിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇത്ര കാലമായിട്ടും അപ്രമാദിത്വം തുടരാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വരികയാണെങ്കിൽ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തീം എന്തായിരുന്നു, അല്ലെങ്കിൽ മോട്ടോ എന്തായിരുന്നു? ഇറ്റ് വാസ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളൊരു വലിയ ചിന്താധാര അന്നത്തെ ആളുകൾക്കിടയിൽ, യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ പടർന്ന് പന്തലിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയുമുള്ള റൊമാൻറ്റിക് ലിറ്ററേച്ചർ നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു സത്യം. മനുഷ്യർക്കിടയിലുള്ള സമത്വം, അവർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അവർക്കിടയിലുള്ള ഇക്വാലിറ്റി, ഇതെല്ലാമായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ
അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഒട്ടുമിക്ക ഇംഗ്ലീഷ് സാഹിത്യങ്ങളുടെയും തീമുകളും അതിൻ്റെ സബ്ജക്റ്റ് പ്ലോട്ടുകളുമെല്ലാം. ഷെല്ലിയുടെയും വില്യം വേർഡ്സ്വർത്തിൻ്റെയും എസ്.ടി. കോളറിഡ്ജിൻ്റെയും എല്ലാം വിഖ്യാതമായിട്ടുള്ള റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സുകൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വളരെ സ്വാധീനം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാഹിത്യം എത്രത്തോളം സമൂഹത്തിനിടയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗ എലിസബത്തൻ ലിറ്ററേച്ചർ വാസ് ഇൻഫ്ലുവൻസ്ഡ് by its social upheavals or its social movements or the life and the culture of people who lived in that age is exemplified through the literature that was produced in that age. How did Shakespeare appealed or how did Shakespeare attract this such of mass audience even in his age and aftermath until today's age? ഇന്നത്തെ കാലഘട്ടം വരെ ഞാൻ പറയുന്ന ഒരു സമയം വരെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ എന്തുകൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു കാരണം, though Shakespeare was highly influenced by the upper class or patrons of that society, he was least supported by the financial backup of that patrons or the upper class or the ruling class. കാരണം ഷേക്സ്പിയർ തൻ്റെ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നത് തൻ്റേതായിട്ടുള്ള ഒരു ഡ്രാമ സൊസൈറ്റിയിലൂടെയായിരുന്നു, അല്ലെങ്കിൽ ഡ്രാമ കമ്പനിയിലൂടെയായിരുന്നു. തൻ്റെ വിഖ്യാതമായിട്ടുള്ള ഹാംലെറ്റും ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയും എല്ലാം അദ്ദേഹം അവതരിപ്പിച്ചത്, അദ്ദേഹം പെർഫോം നടത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വലിയ തിയേറ്ററുകളിലൂടെയായിരുന്നു. So a mass population was attracted into this theater to watch Shakespeare's highly impressive dramas or plays, and that made him and that gave him a mass amount of wealth. അപ്പോൾ സാഹിത്യകാരന്മാർ സമൂഹവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ മുഖ്യമായിട്ടും അല്ലെങ്കിൽ ഒരു പരിധി വരെയുള്ള അതിൻ്റെ റെലവൻസ് അവർക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ സപ്പോർട്ട് ആ സമൂഹം തരുന്നു അതിനനുസരിച്ചായിരുന്നു. So though Shakespeare was less influenced by the patrons, he produced the literature for the upper class society. He was also given royalty. He was also given facilities by the patrons of that age. സാഹിത്യം സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വിഖ്യാത കവിയായിട്ടുള്ള റൊമാൻറ്റിക് കവിയായിട്ടുള്ള ഷെല്ലി തൻ്റെ ഒരു പ്രശസ്തമായൊരു ഉദ്ധരണിയിലൂടെ നടത്തുന്നു. ദ പോയറ്റ്സ് ആർ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ സമൂഹത്തിലെ അക്നോളജ് ചെയ്യപ്പെടാത്ത നിയമപാലകരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി എഴുതുന്ന ഒരു വലിയ വിഭാഗമാണ് സാഹിത്യകാരന്മാർ എന്ന് ഷെല്ലി ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ദ റിഫോർമേഷൻസ്, ദ മൂവ്മെൻറ്റ്സ്, ദ റെവല്യൂഷൻസ്, ദ ആക്ഷൻസ്, എവറിത്തിങ് വാസ് ഇൻഫ്ലുവൻസ്ഡ് in a relevant size or in up to a great percentage by the literature which was produced in that age or in that society. Charles Dickens' literary works highly influenced the common mass of the people who lived in that age, that is in the 19th century or the 20th century Victorian age, in a way that compelled them, that made them to move against the upper class aristocracies and the upper class mentality of the people who lived at that age. Victorian age-inde Queen Victoria രാജ്ഞി നടത്തിയ ഒരു വലിയ ഭരണകാലഘട്ടമായിരുന്നു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടവും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടവും ഇംഗ്ലണ്ടിൽ. ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ
ഒരു സ്പന്ദനങ്ങൾ ആ കാലഘട്ടത്തിലെ എഴുത്തുകാർ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ നോവലിസ്റ്റുകൾ അവർ ഒപ്പിയെടുത്തു എന്നതുകൊണ്ട് തന്നെ ദാറ്റ് മേഡ് ദ റീഡേഴ്സ് ഓഫ് ദാറ്റ് സൊസൈറ്റി or the common mass of that society to move against the inequalities and the suppressed mentality of the ruling class society or the upper class society at that age. ഇനി അമേരിക്കൻ സാഹിത്യത്തിൽ ഹാരിയറ്റ് സ്റ്റോ എന്ന വിഖ്യാതനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്നുള്ള തൻ്റെ കൃതിയിലൂടെ, തൻ്റെ നോവലിലൂടെ അദ്ദേഹം നടത്തിയ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. സ്ലാവറിക്കെതിരെ, അക്കാലത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന അടിമത്ത സംസ്കാരത്തിനെതിരെ അദ്ദേഹം അതിൽ നടത്തിയ ഒരു എഴുത്ത്, അതിനെ ഇതിവൃത്തമാക്കിയിട്ട്, അതിനെ ആസ്പദമാക്കി അദ്ദേഹം നടത്തിയ ഒരു വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു എഴുത്ത് ആ സമൂഹത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് പറയുകയാണെങ്കിൽ, ദാറ്റ് കമ്പൽഡ് ദം ടു മൂവ് അഗെയിൻസ്റ്റ് സ്ലാവറി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ അരിസ്ട്രോക്രാറ്റിക് സൊസൈറ്റി ഓഫ് USA or അമേരിക്ക അറ്റ് ദാറ്റ് ഏജ്. ആ കാലഘട്ടത്തിലെ അമേരിക്കയിലെ അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന വിഖ്യാതമായിട്ടുള്ള ഒരു ഫിക്ഷൻ. ഇനി when you come back to India, when you come back to Indian context, how society is influenced by literature could be easily evident or could be easily seen in the works of various writers like Shashi Deshpande's works. Shashi Deshpande empowered a mass woman body in India to move against the suppressed mentality of the people against women that existed or that is being existing still in India. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്ത്രീ സമത്വത്തിനു വേണ്ടി, സ്ത്രീ എംപവർമെൻറ്റിനു വേണ്ടി ഇങ്ങനെയുള്ള എഴുത്തുകാർ, എസ്പെഷ്യലി ലൈക്ക് ശശി ദേശ്പാണ്ഡെ, ഇങ്ങനെയുള്ള എഴുത്തുകാർ അവർ നടത്തുന്ന ഓരോ എഴുത്തുകളും സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നു എന്നുള്ള ഒരു വലിയ ഇതിവൃത്തം ഇങ്ങനെയുള്ള സാഹിത്യ സൃഷ്ടികൾ നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ സാഹിത്യം നടത്തിയ ഒരുപാട് സ്വാധീനങ്ങൾ നമുക്ക് ചില ഫങ്ഷനുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. What are the functions of literature in society? The first one is educational influence. What is the educational functions that literature make in society? The greatest example is George Orwell's Animal Farm. ജോർജ് ഓർവെൽ എന്ന വിഖ്യാത സാഹിത്യകാരൻ അനിമൽ ഫാം എന്ന തൻ്റെ ഇതിഹാസ തുല്യമായ ഒരു എഴുത്തിലൂടെ, ഒരു നോവലിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത് എന്തെന്ന് വെച്ചാൽ, how equality, freedom and happiness are denied in a society which is being ruled by aristocratic upper class ruling party. The next function that literature makes in society is cultural. How culture, tradition, customs, beliefs of society are portrayed in literature is greatly exemplified in Things Fall Apart by a great African writer, Chinua Achebe. തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന വിഖ്യാതമായിട്ടുള്ള ഒരു നോവലിൽ ആഫ്രിക്കയിലെ ഒരു വിഭാഗത്തിൻ്റെ, ഒരു ജനവിഭാഗത്തിൻ്റെ വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ജീവിത രീതികൾ, അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസങ്ങൾ, കസ്റ്റംസ്, എവ്രിതിങ് ഈസ് പോർട്രേഡ് ഇൻ ദാറ്റ് വണ്ടർഫുൾ ബുക്ക് in very simplified Africanized English. The next function that literature makes in society is the ideological. താത്വികമായിട്ടുള്ള, ഐഡിയോളജിക്കലായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസുകൾ സാഹിത്യം സമൂഹത്തിൽ നിന്നും സാഹിത്യത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. The revolutionary ideas of French Revolution are greatly reflected in the works of the poets like Wordsworth and W.B. Yeats. The next function that literature makes in society is its linguistic function.
the more we read a literature, the more we read a text, the great linguistic ability, the great linguistic skill are we gaining. സാഹിത്യം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, ഓരോ ഭാഷയിലുള്ള നമ്മുടെ വൈഭവങ്ങൾ, സംസാരിക്കുവാനും എഴുതുവാനും ആ ഭാഷയിൽ ചിന്തിക്കുവാനുമുള്ള നമ്മുടെ കഴിവുകൾ അത്രത്തോളം വികസിക്കുന്നു എന്നുള്ളതാണ് one of the great function of literature. The next function is entertainment. അല്ലേ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നു, നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കുന്നു. Why? What makes us read a novel and what makes us watch a movie when we are sitting in a free time? ഒരു ഇമ പോലും വെട്ടാതെ എന്തുകൊണ്ടാണ് നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ നമ്മൾ കാണുന്നത്? What makes us anxious of that? We are eager to know what happens next in that character's life or in that story. What happens at the climax of that story? ആ സാഹിത്യ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു തരത്തിലുള്ള ആങ്ഷ്യസ് വേൾഡ് ഉണ്ട്, ഒരു തരത്തിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡ് ഉണ്ട്. ആൻഡ് വി ആർ എൻജോയിങ് ദാറ്റ് വേൾഡ്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു ആസ്വാദനമാണ് സാഹിത്യം നൽകുന്ന മറ്റൊരു ഫങ്ഷൻ. സാഹിത്യത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്നുള്ളത് ഇറ്റ് ലിബറേറ്റ്സ് ദ സൊസൈറ്റി എന്നുള്ളത്. ഉത്തേജജനകമായിട്ടുള്ള മനുഷ്യൻ്റെ മസ്തിഷ്കത്തെയും മനുഷ്യൻ്റെ രക്തത്തെയും ഉയർക്കൊള്ളിക്കുന്ന ഒരുപാട് എഴുത്തുകൾ സാഹിത്യകാരന്മാർ നടത്തിയതിൻ്റെ ഫലമായിരുന്നു ഒരു കാലഘട്ടത്തിലെ പല കാലഘട്ടങ്ങളിലെയും മൂവ്മെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ we cannot deny that. നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. Because people want to overcome oppression, injustice, inequality, and they need the freedom that is evident and that is reflected through the writings of the great writers in that age or in that society. മുൽക്ക് ആനന്ദിൻ്റെ അൺടച്ചബിൾ എന്നുള്ള വിഖ്യാതമായിട്ടുള്ള ഒരു നോവലുണ്ട്. ആ സൃഷ്ടിയിൽ അദ്ദേഹം അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിൻ്റെ ഒരു വലിയ പോർട്രയലാണ് അദ്ദേഹം അതിൽ പ്രകടിപ്പിക്കുന്നത്. അതുപോലെയുള്ള നോവലുകൾ സമൂഹത്തിൽ എത്രത്തോളം ഒരു ചിന്തയാണ്, എത്രത്തോളമുള്ള സ്വാധീന ശക്തിയാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ the literature gives us a great liberating function that people really need. The final function we can say that the literature makes among society is it is a critique of society. സമൂഹത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ, സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ച ഒരു കണ്ണാടിയാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൾ എക്സ്പീരിയൻസസ്, ഓൾ ന്യൂവാൻസ്ഡ് ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് പീപ്പിൾ എന്നതുപോലെ സമൂഹത്തെ വിമർശിക്കാനുള്ള അവകാശവും സാഹിത്യത്തിനുണ്ട് എന്നുള്ളതാണ് അത് നൽകുന്ന ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇങ്ങനെ ഒരുപാട് സ്വാധീനങ്ങൾ സാഹിത്യം സമൂഹത്തിൽ ചെലുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വാധീനങ്ങൾ സമൂഹത്തിന് സാഹിത്യത്തിലൂടെയും ലഭിച്ചിട്ടുണ്ട്. The society and literature stands as helping each other, mutually helping each other in its development and in its progress. ഇങ്ങനെ സമൂഹത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഉയർച്ചയ്ക്ക്, അതിൻ്റെ പുരോഗതിക്ക് 2 എലമെൻറ്റുകളും പരസ്പരം അത്യാവശ്യമാണ് എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ ഒരു ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് നമുക്ക് മുന്നിൽ വിഭാവനം ചെയ്യുന്നത്. Hence, before I wind up this session, if you have any queries or if you have any feedback to give or if you want any more clarification that we discussed in this unit, you can raise them through your L-Desk app of the SDOU. Thank you.